ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള പുൾമി കപ്പ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ഡിഫറെൻ്റായി നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ അത്. ഞാനിവിടെ ഇത് രണ്ട് ടൈപ്പിൽ കാണിക്കുന്നുണ്ട്. ഒന്ന് മാംഗോ സോസ് വെച്ചിട്ടും ഒന്ന് കാരമൽ ടോഫി സോസ് വെച്ചിട്ടും കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് കാണാം. അപ്പോൾ അതിന് വേണ്ടി ആദ്യം ചോക്ലേറ്റ് കേക്കും വാനില കേക്കും ഉണ്ടാക്കണം. ഞാനിപ്പോൾ ആദ്യം വാനില കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി നമുക്കതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അര കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ളു ഉപ്പ്, അതെല്ലാം കൂടി ഒരു 2-3 തവണ ഒന്ന് അരിച്ച് വെച്ചതാണിത്. ഞാനിവിടെ 2 മുട്ട വെച്ചാണ് വാനില സ്പഞ്ച് കേക്ക് ഉണ്ടാക്കുന്നത്. ഇത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. മുട്ട റൂം ടെമ്പറേച്ചറിലാവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് അത് നന്നായി ബീറ്റായി വന്ന ശേഷം അതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കുറേശ്ശെയായാണ് ഞാൻ ചേർക്കുന്നത്. എന്നിട്ട് അത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. മുട്ടയുടെ യെല്ലോ കളറൊക്കെ ഒന്ന് മാറി നല്ല ഫ്ലഫി ആവുന്ന വരെ നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലൊരു ഫ്ലേവറിന് വേണ്ടി 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കണം. കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് പാൽ കൂടി ചേർത്ത് കൊടുക്കുക. ഒരു സ്പാച്ചില വെച്ച് ഓവർ മിക്സ് ചെയ്യാതെ ഒന്ന് ചെറുതായി ഒന്ന് ഫോൾഡ് ചെയ്ത് ഇങ്ങനെ എടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ കുക്കറിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 10 മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്ത് നമ്മുടെ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു 30-35 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളി വാനില കേക്ക് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി അത് തണുത്ത ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് പുൾമി കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഗ്ലാസ് ഷീറ്റാണ്. അപ്പോൾ ഗ്ലാസ് ഷീറ്റ് വെച്ചിട്ടാണ് ഇപ്പോൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ 2 ആക്കിയിട്ടാണ് ഇപ്പോൾ ഞാൻ അത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതുപോലെ നമുക്ക് ചോക്ലേറ്റ് കേക്ക് കൂടി ഉണ്ടാക്കണം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, കാരണം നമ്മളിപ്പോൾ ചെയ്ത അതേ രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇവിടെ 4 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ 4 മുട്ടയ്ക്ക് 1 കപ്പ് മൈദയാണ് ആവശ്യം. അപ്പോൾ 1 കപ്പ് മൈദ എടുക്കുന്നതിന് പകരം 3/4 കപ്പ് മൈദ എടുക്കുക. 1/4 കപ്പ് കൊക്കോ പൗഡർ കൂടെ എടുക്കുക. എന്നിട്ട് ചെയ്താൽ മതി. കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അതൊന്ന് നോക്കുക. ഇനിയിപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ 2 സ്പഞ്ച് കേക്ക് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള സോസും അതുപോലെ വിപ്പിംഗ് ക്രീമും കൂടി വേണം. അപ്പോൾ വിപ്പിംഗ് ക്രീം ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. ഇനിയിപ്പോൾ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാനൊരു മാംഗോ ഐസ്ക്രീമിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട് വിപ്പിംഗ് പൗഡർ ഉപയോഗിച്ച് എങ്ങനെയാണ് വിപ്പിംഗ് ക്രീം ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ അറിയാത്തവർ അതൊന്ന് കാണാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് മാംഗോ സോസാണ്. അപ്പോൾ മാംഗോ സോസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു മാംഗോ നന്നായി ഒന്ന് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ 1/4 കപ്പ് ഫ്രഷ് ക്രീമും 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് കൂടി വേണം. ഒരു വിസ്ക് ഉപയോഗിച്ച് നന്നായി മിക്സ് ചെയ്തെടുത്താൽ മതി. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം നമ്മുടെ മാംഗോ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കാരമൽ ടോഫി സോസ് ഉണ്ടാക്കണം. അതിന് വേണ്ടി ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 1 കപ്പ് ഷുഗറാണ്. അപ്പോൾ ഒരു ചൂടായ പാനിലേക്ക് 1 കപ്പ് ഷുഗർ എടുത്തിട്ട് നന്നായി ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. പിന്നെ ലോ ഫ്ലെയിമിലിട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഷുഗർ ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. ബട്ടർ ചേർത്ത് കൊടുത്ത് നല്ലൊരു ടേസ്റ്റാണ്, നല്ലൊരു ഷൈനിങ് ഒക്കെ കിട്ടും. എന്നിട്ട് അതിലേക്ക് 1/2 കപ്പ് ഫ്രഷ് ക്രീം കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് നല്ലൊരു സ്മൂത്തായി കിട്ടുന്ന വരെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ കാരമൽ ടോഫി സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതൊരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് ഇനി നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കണം. അതിന് വേണ്ടി 1/2 കപ്പ് കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1/2 കപ്പ് ഷുഗർ, പിന്നെ ഒരു പിഞ്ച് ഉപ്പ്, പിന്നെ 1 കപ്പ് മിൽക്ക്. കട്ടല്ലാതെ മിക്സ് ചെയ്ത ശേഷം നന്നായി മിക്സ് ചെയ്ത ശേഷം മാത്രം ഫ്ലെയിം ഓൺ ചെയ്യുക. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, കാരണം അത് പെട്ടെന്ന് കുക്കാവും. നല്ല തിക്കായി കിട്ടാൻ പാടില്ല, കാരണം നമ്മളെ പുൾമി കേക്ക് ഇപ്പോൾ ഒരു ഒലിച്ചിറങ്ങുന്ന ഒരു രൂപത്തിലാണല്ലോ. അപ്പോൾ തിക്കായി കിട്ടിയാൽ അത് ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല ശ്രദ്ധിച്ച് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് ഒന്ന് തിക്കായി വന്നാൽ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു സ്മൂത്തി ആയി കിട്ടും. അപ്പോൾ ഇപ്പോൾ നമ്മുടെ
ചോക്ലേറ്റ് ഗനാഷ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇപ്പോൾ നമ്മളെ ചോക്ലേറ്റ് ഗനാഷും ഇപ്പോൾ റെഡിയായി. ഇനി നമുക്ക് എല്ലാം കൂടി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഞാനിപ്പോൾ ചോക്ലേറ്റ് കേക്ക് വെച്ചിട്ടുള്ളതാണ് കാണിക്കുന്നത്. ഇനി ഇതൊന്ന് 3 ലെയറായി കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അത് ഒരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു കുക്കി കട്ടർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു ബോട്ടിലിൻ്റെ അടപ്പ് വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചൊന്ന് റൗണ്ടായി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 3 ലെയറും നന്നായി റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിപ്പോൾ ആദ്യം കുറച്ച് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ചോക്ലേറ്റ് സ്പഞ്ച് വെച്ച് കൊടുക്കാം. ഇനി അതൊന്ന് വെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഷുഗർ സിറപ്പ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. 1/2 കപ്പ് വെള്ളം എടുക്കുക. എന്നിട്ട് 1/4 കപ്പ് ഷുഗർ ഇട്ടിട്ട് അന്ന് മെൽറ്റ് ആവുന്ന വരെ ഒന്ന് ചൂടാക്കുക. എന്നിട്ട് അത് തണുത്ത ശേഷം ഉപയോഗിക്കുക കേട്ടോ. എന്നിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും സ്പഞ്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് വെറ്റാക്കി എടുക്കുക. എന്നിട്ട് വീണ്ടും വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കുക. അങ്ങനെ 3 ലെയറും ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മുടെ ഗ്ലാസ് ഷീറ്റ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഒരു സെല്ലോ ടാപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. നന്നായി ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് അതിലേക്ക് കാരമൽ ടോഫി സോസ് ഒഴിച്ചു കൊടുക്കാം. ചോക്ലേറ്റ് ഗനാഷ് കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്കിഷ്ടമുള്ള എന്ത് വേണമെങ്കിലും നമ്മളെ ഫ്ലേവറിനനുസരിച്ച് ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് നട്ട്സ് ചേർത്തിട്ടുണ്ട്. കുറച്ച് കാഷ്യൂവും കുറച്ച് പിസ്തയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് ഗ്ലാസ് ഷീറ്റ് ഒന്ന് പതുക്കെ പുൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ സോസൊക്കെ ഇങ്ങനെ ഒലിച്ചിറങ്ങും. അപ്പോൾ ഇനി നമുക്കതൊന്ന് പുൾ ചെയ്ത് കൊടുക്കാം. അത് പുൾ ചെയ്ത് ആ സോസൊക്കെ ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നത് കാണാൻ ഒരു പ്രത്യേക ഒരു രസം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഫ്ലേവറുള്ള പുൾമിൻ കേക്ക് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാംഗോ സോസ് വെച്ചിട്ടുള്ള പുൾമി കേക്ക് റെഡിയാക്കാം. അതിന് വേണ്ടി ഞാൻ വാനില സ്പഞ്ച് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് അതൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കുക. വിപ്പിംഗ് ക്രീം കുറച്ച് കട്ടിയിൽ വെച്ച് കൊടുക്കുക. എന്നാലേ നമുക്ക് ആ ഗ്ലാസ് ഷീറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് ശരിക്ക് കാണുള്ളൂ. അതൊരു ഭംഗി തന്നെയല്ലേ. എന്നിട്ട് വീണ്ടും നേരത്തെ വെച്ച പോലെ നമ്മൾ സ്പഞ്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് വെറ്റാക്കിയ ശേഷം വീണ്ടും വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വെക്കുക. എന്നിട്ട് ഒരു സെല്ലോ ടാപ്പ് കൊണ്ട് നന്നായി ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ കുട്ടികൾക്ക് ജെല്ലി ഇഷ്ടമായതുകൊണ്ട് കുറച്ച് മാംഗോ ജെല്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എന്ത് ആണെങ്കിലും ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് നേരത്തെ ബാക്കി വന്ന കേക്ക് ഞാൻ കുറച്ച് പൊടിച്ചത് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മാംഗോ സോസ് ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഞാനതിലേക്ക് കുറച്ച് ഫ്രൂട്ട്സ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മാംഗോയും സ്ട്രോബെറിയും. അപ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മളെ പുൾമി അപ്പ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്, മാംഗോ സോസിൽ വെച്ചിട്ടുള്ള. അപ്പോൾ ഇനി അതൊന്ന് മെല്ലെ പുൾ ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ 2 ഫ്ലേവറിലുള്ള പുൾമി അപ്പ് കേക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ രണ്ടും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ആ കേക്കും ക്രീമും ആ സോസും ഒക്കെ എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിക്കാൻ കിട്ടില്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും അത് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.